സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി സിസ്റ്റവും ഇറിഗേഷൻ സംവിധാനവും എല്ലാം ഇനി ഇതിനകത്ത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് പറയുന്ന രീതിയിലേക്കും ഇനി വേണ്ടത് മണ്ണാണ് നമ്മളെ അനുഗ്രഹിക്കേണ്ടത്. ആ മണ്ണ് അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഇന്ന് ഈ കാണിച്ചു തരാനുള്ളത്. യെസ്, മണ്ണ് അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ 2024 മെയ് മാസം 23-ാം തീയതി നമ്മൾ നട്ട ചെടിയാണത്. ഓക്കെ, ആ നട്ട ചെടി ഇന്ന് വളർന്നു വലുതായി ഏകദേശം ഒരു 6 അടി 7 അടി പൊക്കമാവുകയും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിന്റെ ചൂടിന്റെ അളവാണ്. ഏകദേശം 12.5 സെന്റിമീറ്റർ വണ്ണത്തിലേക്ക് ഒരു ചോടളവ് ഉണ്ടായി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ അത്ഭുതം. കാരണം ചന്ദനമരം ഒരു ഹെമി പാരസൈറ്റ് ആണ് നമുക്ക് അറിയുന്നത് മാത്രമല്ല അതിനകത്തുള്ളത്. ഇതിന്റെ ഹാർഡ്വുഡ് ഫോർമേഷന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇതിന്റെ തടിക്ക് വണ്ണം വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ഭൂമിയുടെ ഏറ്റവും വലിയ അത്ഭുതമാണ് തടിക്ക് വണ്ണം വെക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, IWST പറയുന്നത് പോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ മുകളിലുള്ള ഭൂമി, അതാണ് ഈ കൃഷിക്ക് യോഗ്യമായ കാലാവസ്ഥയുള്ള മണ്ണുള്ളതെന്ന് തീർത്തും പറയുന്നു. നമ്മളിപ്പോ നേരിട്ട് കണ്ട് ഇപ്പോൾ ഏകദേശം 10 മാസം പ്രായമുള്ള ഒരു ചെടിക്ക് ഇത്ര ആവാൻ സാധിച്ചെങ്കിൽ 15 വർഷം കൊണ്ട് എന്നുള്ളത് 10 വർഷത്തിലേക്ക് നമ്മൾ വിജയകരമായി ഹാർവെസ്റ്റ് ചെയ്യും. ഓരോ കർഷകരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എൻ്റെ ജീവിതത്തിൽ മണ്ണിലേക്ക് തിരിയാൻ അല്ലെങ്കിൽ കൃഷിയിലേക്ക് തിരിയാൻ ഈശ്വരൻ തന്ന ഈ അവസരത്തെ വലുതായി കാണുന്നു. താങ്ക് യു സർ.